35 വർഷത്തെ സംഗീത ജീവിതം. ഹിന്ദുസ്ഥാനി സംഗീതം നമ്മൾ മലയാളികൾക്ക് മലയാള സിനിമാ ഗാനങ്ങളിലൂടെ എത്തിച്ചു തന്ന വിശിഷ്ട വ്യക്തി. അദ്ദേഹം ഒരു കമ്പോസറാണ്, പ്രൊഡ്യൂസറാണ്, വോക്കലിസ്റ്റാണ്. ഇന്ന് നമ്മളോടൊപ്പം ചെയ്യുന്നത് രമേശ് നാരായൺ ജി. നോക്കി കാണാ മറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരു കണ്ണിൻ തുമ്പത്ത് കണ്ണീർക്കിനാവായി തുളുമ്പി നിൽക്കും കണ്ണോട് ശരിയല്ലാത്ത കാര്യത്തിന് ഞാൻ അപ്പം തന്നെ ചിലപ്പോൾ പ്രതികരിച്ചു പോകും. അവാർഡ് ഉണ്ടായേക്കാം, അത് സെലക്ട് ചെയ്തിരിക്കുന്നു എന്നും ഒരു അവാർഡാണ് വരുന്നത്. അനൗൺസ് ചെയ്യുമ്പോൾ വേറെ ഏതൊക്കെയോ പേരുകളാണ്. ഇല്ല, അവാർഡ് എപ്പോഴും നമ്മൾക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ ഏതൊരു കലാകാരനും. കാര്യം എനിക്കറിയാം എൻ്റെ പോരായ്മകൾ. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ നെക്സ്റ്റ് ഡേ അനൗൺസ് ചെയ്യുമ്പോൾ സുധാകരയുടെ പേരില്ല അതിൽ. ആ വിഷമത്തിൽ കൂടെയാണല്ലേ കലാകാരനായി മാറുന്നത്. ഞാൻ ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ്, ബോംബെയിൽ പിന്നെ അന്ധേരിയിലുള്ള ഒരു രാത്രിയിൽ ഒരു സ്ട്രീറ്റിൽ ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 2 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആയില്ലെന്ന് രണ്ടാമതും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനെന്ന സംഗീത സംവിധായകനെ മാറ്റാം. ബാലഭാസ്കറുമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ്, ബാലഭാസ്കർ ആയിരുന്നു അന്ന് വയലിന് വായിക്കുക നമ്മുടെ കൂടെയൊക്കെയല്ല. പിന്നീട് ദാസേട്ടനാണ് പാടിയത് ഈ പാട്ട്. പിന്നീട് രവീന്ദ്ര മാഷി പാട്ട് കേട്ടിട്ട് എന്നെ ഒരു ദിവസം വിളിച്ച് കുറച്ച് കഥകളൊക്കെ ഉണ്ട് ഇതിനകത്ത്, അത് പിന്നെ പറയാം. മഹാരാജാ സ്വാതി തിരുനാളാണ് ആദ്യം ഹിന്ദുസ്ഥാനി സംഗീതം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. പറയാൻ മറന്നു പരിഭവങ്ങൾ. രമേശ് നാരായൺ സർ, ഇന്ന് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സർ, വെൽക്കം. നമസ്കാരം. നമസ്കാരം സർ. സർ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ആദ്യ കാലഘട്ടത്തിൽ സാറ് കർണാട്ടിക് മ്യൂസിക്കിലായിരുന്നു ട്രെയിൻഡ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് സാർ ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് വരുന്നത്. അപ്പം ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു ടേസ്റ്റ് എപ്പോഴാണ് സാറ് തിരിച്ചറിഞ്ഞത്? അതിലേക്ക് പോകണം, പഠിക്കണം എന്നൊക്കെ ഉള്ളത് എപ്പോഴാണ് തോന്നിയത്? ചെറുപ്പത്തിലെ എനിക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. അപ്പോൾ അവിടുന്ന് തുടങ്ങിയത്. പിന്നെ ഓരോ സമയത്തുള്ളൊരു തിരിച്ചറിവ്, അത് ചെറുപ്പത്തിൽ എനിക്കൊരു ചെറിയൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ എവിടേക്ക് പോകണം, നമ്മൾ വെറുതെ സിനിമ പാട്ട് പാടിയിരുന്നാൽ പോരാ. ഒപ്പം ശാസ്ത്രീയ സംഗീതമാണ് ഇതിൻ്റെ ആധാരം. അപ്പോൾ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ടുള്ള യാത്ര. എൻ്റെ സംഗീതം ജീവിത അവസാനം വരെ എനിക്ക് സംഗീതം വേണമെന്ന് അന്നൊരു തോന്നലുണ്ടായി, ഒരു ഉൾവിളി പോലെ. അത് തന്നെയാണ് ഇന്നും എന്നെ ആ ഒരു ഉൾവിളിയും ആ ഒരു അംബീഷൻ എന്നൊക്കെ പറയില്ല, അതൊക്കെയാണ് ഇന്നും തുടർന്ന് പോകുന്നത്. അപ്പം തന്നെ എൻ്റെ മനസ്സിലുണ്ടായതാണ് സംഗീതത്തിലേക്ക് പഠിക്കണം. കർണാടക സംഗീതം ആണ് അമ്മയും അച്ഛനും ഒക്കെ എൻ്റെ ഫാമിലി എല്ലാവരും പാടിയിരുന്നത്. അപ്പം അത് പിന്നീട് പിന്നെ അങ്ങനെ അങ്ങോട്ട് എത്തി. സർ, ഹിന്ദുസ്ഥാനി സംഗീതം മലയാള സിനിമയിൽ അത്രമാത്രം ആ ഒരു കാലഘട്ടത്തിൽ വെൽക്കമിങ് ആയിരുന്നില്ല. ഒരു പ്രത്യേക ശൈലി അല്ലെങ്കിൽ രീതിയിലാണ് മലയാളം മ്യൂസിക്, ഫിലിം മ്യൂസിക് ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ സാർ ഒരു റിസ്ക് എടുത്ത് മലയാളം മ്യൂസിക്കിനെ അതിലേക്ക് ഹിന്ദുസ്ഥാനി കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു രീതിയായിരുന്നു സാർ ചെയ്തുകൊണ്ടിരുന്നത്. അത് പക്ഷെ മലയാളികളുടെ മനസ്സ്, ഹൃദയം കവർന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലേക്ക് സിനിമയിലൂടെ സാറ് വഴിയാണ് നമ്മൾ കൂടുതൽ ഇണങ്ങി ചേർന്നത്. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു റിസ്ക് ഒക്കെ സാർ ചിന്തിച്ചിരുന്നത് അക്സെപ്റ്റ് ചെയ്യുമോ ആൾക്കാർ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മാത്രമല്ല തുടങ്ങിയിരുന്നത്. ഒരു കാര്യം പറയുമ്പോഴേ
18-ാം നൂറ്റാണ്ടിൽ ഒക്കെ വരുമ്പോൾ 18th സെഞ്ച്വറി നമ്മുടെ മഹാരാജാ സ്വാതി തിരുനാളിൻ്റെ സമയത്ത് മഹാരാജാ സ്വാതി തിരുനാളാണ് ആദ്യം ഹിന്ദുസ്ഥാനി സംഗീതം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. പക്ഷേ അന്ന് മീഡിയ ഇല്ല, സിനിമയില്ല, വേറെ ഒന്നുമില്ല. അദ്ദേഹം ഖയാലുകളും ഠുംരികളും മലയാളികൾക്ക് മലയാള സംഗീത രൂപത്തിന് കർണാടക സംഗീതം പോലെ തന്നെ വേറൊരു ശാസ്ത്രീയ സംഗീത ശാഖ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തി വെച്ചത് മഹാരാജാവാണ്, സ്വാതി തിരുനാൾ മഹാരാജാവ്. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം കുമാർ ഉസ്താദ് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻസ് കേരളത്തിലുണ്ടായിരുന്നു. ശാസ്ത്രീയ സംഗീതം പാടുന്നതും ഗസൽസ് പാടുന്നതുമായിട്ട് അമീർ ഖാൻ, അബ്ദുൽ ഖാൻ ഇങ്ങനെയുള്ള ഒരുപാട് മ്യൂസിഷ്യൻസ് കോഴിക്കോടും ആലപ്പുഴയും ഒക്കെ ബേസ് ചെയ്തിട്ട് ഞാനൊരു സ്റ്റഡി ചെയ്തിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കറിയാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ള മ്യൂസിഷ്യൻസ് കേരളത്തിലുണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ പണ്ഡിറ്റ് ഭീംസെൻ ജോഷിജി, കുമാർ ഗന്ധർവ്ജി, ഇങ്ങനെയുള്ള മല്ലികാർജുൻജി, ഇങ്ങനെയുള്ള എല്ലാ മ്യൂസിഷ്യൻസും കേരളത്തിൽ വന്ന് പെർഫോം ചെയ്ത് പോയിട്ടുണ്ട്. 10 രൂപയ്ക്ക് അന്ന് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. യു കാൺ ബിലീവ് ആക്ച്വലി. പണ്ഡിറ്റ് ഭീംസെൻ ജോഷിജി വന്നിട്ട് 100 രൂപയ്ക്കും 50 രൂപയ്ക്കും കോഴിക്കോട് വന്ന് പാടിയിട്ടുണ്ട്. അദ്ദേഹം പിന്നീടുള്ള കാലങ്ങളിൽ ആ കാലത്ത് വാങ്ങിച്ചിരുന്ന 10 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 25 ലക്ഷം രൂപയാണ് ഒരു കോൺസേർട്ടിന് വാങ്ങിച്ചിരുന്നത് അദ്ദേഹം. അങ്ങനെയുള്ള മ്യൂസീഷ്യനാണ് ആ സമയത്ത് വന്ന് പാടിയിട്ട് പോയിട്ടുണ്ട്. ഈ സമയത്തൊന്നും നമ്മുടെ സിനിമാ ശാസ്ത്രീയ സംഗീത ശാഖ ഹിന്ദുസ്ഥാനി സംഗീത രൂപത്തിൽ അത്രയും ട്രെയിൻഡ് ആയിരുന്നില്ല. അങ്ങനെയുള്ള പാട്ടുകൾ നമ്മുടെ മ്യൂസിക് കമ്പോസേഴ്സ് ഉണ്ടാക്കിയിട്ടിരുന്നില്ല. ആ സമയത്ത് തന്നെ ബാബൂക്ക ആണ്. ബാബൂക്കയ്ക്ക് നേരത്തെ ഹിന്ദുസ്ഥാനി സംഗീതം കേട്ട് തഴമ്പിച്ച് പഠിച്ചിട്ടുള്ള നോളേജ് ഉണ്ട് രാഗങ്ങളിൽ. അദ്ദേഹം നല്ല പാട്ടുകാരനായിരുന്നു. അദ്ദേഹം പാടിയ ഠുംരി ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അന്ന് എനിക്ക് ഠുംരി എൻ്റെ ഗർഷോം എന്ന് തന്നെ പടം ഉണ്ടായിരുന്നു. പറയാൻ മറന്ന പരിഭവങ്ങൾ അതിലായിരുന്നു. ആ സമയത്ത് നമ്മുടെ അതിൻ്റെ നായകനുണ്ടായിരുന്നില്ലേ, നമ്മുടെ മുരളിയേട്ടനും ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട് ആ പോർഷനിൽ. അപ്പോൾ മുരളിയേട്ടൻ അന്ന് അവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന് പാടിയ കാസറ്റ്, ഇദ്ദേഹം ആലപിച്ചിരുന്ന ബാബൂക്ക ആലപിച്ചിരുന്ന കാസറ്റുകൾ എന്നെ കേൾപ്പിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ നോളേജ് കിട്ടുന്നത്. ഇദ്ദേഹം ഇത്രയും പഠിച്ച ആളായിരുന്നു, ഇത്രയും വലിയ മ്യൂസിഷ്യനായിരുന്നുള്ളത്. അതുമാത്രമല്ല, പിന്നീട് അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം പഠിക്കാൻ പോയിരുന്നത് കാസർഗോഡ് കുമാർ ഉസ്താദ് സാറിൻ്റെ അടുത്താണ്. അദ്ദേഹം അബ്ദുൽ കരീം സാഹിബിൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, ഇതൊന്നും ചില സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല. അപ്പോൾ വലിയൊരു സംസ്കാരം, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ സംസ്കാരം അന്ന് മുതലേ നിലനിന്നിരുന്നു ഇവിടെ. ഞാൻ കണ്ണൂർ ജനിച്ചതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. കുറച്ച് കാര്യങ്ങൾ പല ആർട്ടിസ്റ്റും സംഗീതജ്ഞരിൽ നിന്നും ഞാനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് കൊളാബറേറ്റ്. അന്ന് എനിക്കന്ന് 18-20 വയസ്സേ ഉള്ളൂ, 18-19 വയസ്സേ ഉള്ളൂ. അന്ന് ഞാനന്ന് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്. ഉസ്താദ് ഹാരിസ് മാസ്റ്റർ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു, ഇവരൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ അവരിൽ കൂടെയാണ് ഞാൻ കൂടുതൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ മനസ്സിലാക്കുന്നത്. പിന്നീട് ബാബൂക്കയുടെ പാട്ടുകൾ സിനിമയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മലയാളികൾക്ക് ബാബൂക്ക് ചെയ്ത പോലെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് യമൻ രാഗത്തിലും ബാഗേഷ് രാഗത്തിലും അതേപോലെ ബീപ്ലാസ് രാഗത്തിൽ ഇങ്ങനെയുള്ള വേരിയേറ്റഡ് ആയിട്ടുള്ള ട്യൂൺസ്, അത്രയും വേരിയേഷൻസ് ഉള്ള ഒരേ രാഗത്തിൽ തന്നെ യമനിൽ തന്നെ എത്ര പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ടാണ് ഞാൻ നോർത്തിലേക്ക് പഠിക്കാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യനത്തിലേക്ക് പഠിക്കാൻ പോകുന്നു. ഞാനിങ്ങനെ ഒരു പാട്ട് കേട്ടിട്ട് അതുപോലെ ഒരു പാട്ടുണ്ടാക്കണം എന്നുള്ള രീതിയിലല്ല ഞാൻ പോകുന്നത്. ഞാൻ സിനിമാ പാട്ട് അന്ന് കേട്ടിരുന്ന പാട്ടൊക്കെ മറന്നിരുന്നു ഞാൻ. എന്നിട്ട് പൂർണ്ണമായിട്ടും ക്ലാസിക്കൽ മ്യൂസിക് എനിക്ക് വേണം, അതിൽ മാത്രമേ ശക്തിയുള്ളൂ. ക്ലാസിക്കൽ മ്യൂസിക്കിൽ മാത്രമേ ശക്തിയുള്ളൂ. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഗുരുജിയിൽ നിന്നും കിട്ടിയിട്ടുള്ള സംഗീതവും പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്ത മ്യൂസിക്കും ചേർന്നിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഒരു പാട്ടുണ്ടാക്കാൻ എന്നെ ഇന്നും ആൾക്കാർ വിളിക്കുന്നു. ഇന്നലെയും കൂടെ ഒരു പൂജ കഴിഞ്ഞു,
സിനിമയുടെ പൂജ. അപ്പോൾ എന്നെ മറക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇങ്ങനെയുള്ള പാട്ടുകളും ഇങ്ങനെയുള്ള വഴികളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചില്ലേ എന്ത് പാട്ടിൻ്റെ കാര്യം ചോദിച്ചു, ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് എന്തായിരുന്നു ചോദിച്ചത്? എങ്ങനെയായിരുന്നു? അത് മലയാള സിനിമാ പാട്ടുകളുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ എന്തൊക്കെ ചാലഞ്ച് സാറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്? എനിക്ക് ചാലഞ്ച് എന്നല്ല, എന്നെ 93 PT കുഞ്ഞു മുഹമ്മദ് എന്നെ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഗ്രിബ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യാൻ. റീ റെക്കോർഡിങ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം 96 ഞാൻ ചെയ്യുന്നതാണ് ഗർഷോമിന് വേണ്ടി ചെയ്യുന്നു. പറയാൻ മറന്ന്. സാർ ഇപ്പോൾ പറഞ്ഞ ആ ഗാനം ഒന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടാവോ? പറയാൻ മറന്നു. അത് പറയാൻ മറന്ന് പരിഭവങ്ങൾ മിഴികളോ പാടിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകും. സ്മരണകൾ തിരയായി പടരും ജലധിയായി പൊഴിയും വിവശനായി പറയാൻ മറന്ന് പരിഭവങ്ങൾ. താങ്ക് യു സോ മച്ച് സാർ. സാർ ഈ ചാടി ചാടി എന്ന ഗാനം സാർ എപ്പോഴാണ്, ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് ആ ഒരു ഗാനത്തിലേക്ക് പോകുന്നത്? ചാടി 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 മണ്ണിൽ വിജയ് പാടി അല്ലേ, വിജയ് യേശുദാസ്. അത് അഞ്ജലി മേനോൻ്റെ മൂവിയാണ്. മൂവിയുടെ പേര് മഞ്ചാടിക്കുരു. യെസ്, അത് പണിക്കർ സാർ എഴുതിയ, കാവലം പണിക്കർ സാർ. കാവലം സാർ ഇവിടെ വന്നിരുന്ന് എനിക്ക് തോന്നുന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തോന്നുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അദ്ദേഹം ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട് കുറേ നേരം ഇരുന്ന് അദ്ദേഹം ഇതിലെ കൂടെ കയറി വന്ന് ഇങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു, ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്ത്. അങ്ങനെ ചെയ്ത മഞ്ചാടിക്കുരുവിലെ സോങ്. ഓക്കെ സാർ, സാറിൻ്റെ രീതി എങ്ങനെയാണ്? ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നതിൽ സാറിൻ്റെതായ ചില ചിട്ടവട്ടങ്ങൾ, രീതികളൊക്കെ കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. സാറിൻ്റെ ഒരു പ്രക്രിയ എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ബ്ലെൻഡ് ആവുന്നത്? സത്യത്തിൽ എനിക്ക് തന്നെ അറിയില്ല. ഓരോ സമയം സത്യത്തിൽ എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ പാട്ട് വരുന്നു എന്ന്. പല പാട്ടുകൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റേ ഒരു തട്ടം പിടിച്ച് വലിക്കല്ലേ എന്നൊരു പാട്ടുണ്ട്. എൻ്റെ പിച്ച തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ. നമ്മുടെ റഫീഖ് ഭായി ആൻഡ് PT സാർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ലിറിക്ക് തന്നിട്ടുണ്ട്. ആ ലിറിക്ക് വെച്ച് സിറ്റുവേഷൻ ലാൽ സാറായിരുന്നു അതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനും ലക്ഷ്മി ഗോപാലസ്വാമി ഹീറോയിനായിട്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്രേമം അതിലുണ്ട്. അപ്പോൾ ഈ മറ്റേ ഹീറോയിൻ കല്യാണം കഴിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു പാട്ട് പാടാൻ പറയുന്നു. അപ്പോൾ പഴയ ഒരു പാട്ട്, അതൊരു നാടൻ രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയൊരു പാട്ടാണത്. ലിറിക്ക് കിട്ടി. ആ പാട്ടുണ്ടാക്കിയത് രീതി പറയാമെന്ന് വെച്ചാൽ, ഞാനൊരു രാഗം പാടി, ഈ രാഗം കീർവാണി രാഗം അദ്ദേഹത്തിന് പാടിക്കൊടുത്തു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ മൂഡ്, പാട്ടിൻ്റെ ഒരു മൂഡ് അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ മൂഡ് വന്ന് അപ്പം ലിറിക്ക് നോക്കിയിട്ട് തട്ടം പീഡിച്ച്, ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടങ്ങ് വരാം. തട്ടം പീഡിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അറിയില്ല എങ്ങനെ വരുന്നത്. വലിക്കല്ലേ മൈലാഞ്ചി വെള്ളിക്കോലെ സിന്മേൽ ചുറ്റിപ്പിടിക്കല്ലേ തൊട്ടാവാടി കയ്യേ. ലിറിക്ക് നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്നതാണത്. പിന്നെ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ്ലി ഒരു ക്രിയേഷൻ. ഇപ്പോൾ ഡയറക്ടർ അടുത്ത് ചോദിക്കാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു
റെഫറൻസ് വല്ലതും തരാനുണ്ടോ എന്ന് ചോദിക്കും. റെഫറൻസ് കേട്ടിട്ട് ആ റെഫറൻസിനോട് ഒരിക്കലും ചേരാത്ത വിധത്തിലുള്ള ട്യൂണാണ് ഞാൻ ഉണ്ടാക്കാറ്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യും. അത് ഞാൻ ഒരുപാട് അടുത്ത് കേട്ടിട്ടുണ്ട്. കമ്പോസേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ് ഡയറക്ടേഴ്സ് മാറ്റി 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 അല്ലെങ്കിൽ ഇന്ന പാട്ട് പോലെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഷർ ഇടുന്നത്. അത് അങ്ങനെ ഉണ്ടോ? എനിക്കങ്ങനെ വന്നിട്ടില്ല. സലീം അഹമ്മദിൻ്റെ ആദാമിൻ്റെ മകൻ അബു എന്നൊരു പടം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം കുറച്ച് റെഫറൻസ് തന്നിരുന്നു. ഇന്ന പോലെ പാട്ടുകൾ വേണം. തൃശ്ശൂരായിരുന്നു ഞാൻ തൃശ്ശൂർ ഹോട്ടലിൻ്റെ കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ എന്നൊരു പാട്ടുണ്ട്. അപ്പോൾ ഇതിന് റെഫറൻസ് തന്നു. ആ റെഫറൻസുമായിട്ട് ഒരു വിധത്തിലും ഞാനീ ചെയ്ത്, പക്ഷേ ആ മൂഡ് കീപ്പ് ചെയ്യും. ഞാൻ അതാണ് എടുക്കുക ശരിക്കും. ഇദ്ദേഹം മനസ്സിൽ, ഒരു ഡയറക്ടറിൻ്റെ മനസ്സിൽ എന്താണ് ഒരു മൂഡ് അദ്ദേഹത്തിന് പറ്റുന്ന സാധനം അത് കണ്ടെത്താനുള്ള ഒരു കഴിവ് ഒരു മ്യൂസിക് കമ്പോസർ ഉണ്ടായത് നല്ലതാണ്. അത് ഉണ്ടാകുന്നത് നല്ലതാണ്. എനിക്ക് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഞാനിത് പാടിയപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അദ്ദേഹത്തിന്. ഈ പാട്ട് അങ്ങനെയാണ്. പിന്നെ ഈ ട്യൂണാണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നെ സെക്കൻഡ് ഡേ റഫീഖ് ഭായി വന്നിട്ട് റഫീഖ് വന്ന് ഒരുമിച്ചിരുന്നിട്ടാണ് പാട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് അതിലൊരു 5 or 6 പാട്ടുണ്ട്. ഈ പാട്ടുകൾ 2 ദിവസമുണ്ട്. ഈ പാട്ടുകൾ ഫുൾ കമ്പോസ് ചെയ്തു. 2 ദിവസം കൊണ്ട് കമ്പോസിങ് തീർന്നു. അടുത്ത ഒരു ദിവസം അദ്ദേഹം വന്ന് എഴുതി. ഒരു ദിവസം കൊണ്ട് അദ്ദേഹം എഴുതി തീർത്തു 6 പാട്ടുകൾ. അദ്ദേഹം പോയി, ഞാനും പിരിഞ്ഞു. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ അതിന് കുറച്ച് സമയം എടുക്കും. ഗുണമാവുന്നത് ചുരുക്കം സമയം ഞാൻ എടുക്കാറുള്ളൂ. വലിയ ഒരു പാട്ട് മാത്രമേ മാസങ്ങളായിട്ട് ചെയ്തുള്ളൂ. കണ്ണോട് കണ്ണൂരെന്നൊരു പാട്ടുണ്ട്, ശ്രേയ ഘോഷാൽജി പാടിയത്. അതിൽ വീരപുത്രൻ, അതിലെ പാട്ട് അദ്ദേഹം ലിറിക്ക് കൊണ്ടുവന്ന് തന്നു. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, സ്റ്റേജിലും പറയാറുണ്ട്. ലിറിക്ക് കൊണ്ടു തന്നു. അപ്പോൾ പി ടി ആണല്ലോ, പി ടി സാഹിബിൻ്റെ പടം, പി ടി കുഞ്ഞുമോഹൻ്റെ പടം. അപ്പോൾ അദ്ദേഹം തന്നു. അപ്പോൾ എനിക്കിങ്ങനെ കണ്ണോട് കണ്ണൂരും നോക്കിയിരുന്നാലും കാണാമറിയത്തിരുന്നാലും കണ്ണിനും കാണാത്ത ഉൾക്കൊമ്പിനും അങ്ങനെയുള്ള വരികളാണ്. ഇത് നോക്കി ഒരു സംഗീതവും വരുന്നില്ല, ഒരു സംഗീതവും ഇല്ല. ബ്ലോക്ക് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? മെൻ്റൽ ബ്ലോക്ക്? അങ്ങനെ മെൻ്റൽ ബ്ലോക്കിൽ, പക്ഷെ ബ്ലോക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടോ, കാര്യം ഇത് ഒന്നും വരുന്നില്ലല്ലോ, പാട്ട് വരണ്ടേ. അപ്പോൾ ഒരു ബ്ലോക്ക് തന്നെയാണ് ശരിക്കും. ഓക്കെ, അത് അടച്ചു വെച്ചു. പിന്നെ ഓരോ വർക്കുകളിൽ നിന്ന് ഇടയ്ക്ക് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു. അടുത്തൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞ് ചോദിച്ചു, രമേഷ് ഭായി എന്തൊക്കെയായി, പാട്ടുകളായോ? ഞാൻ പറഞ്ഞു, ഭായി ഒന്നും ആയില്ലല്ലോ, ഞാൻ നോക്കട്ടെ, അടുത്ത ആഴ്ച നോക്കട്ടെ. അപ്പോൾ പിന്നെ എനിക്ക് ചെറിയ ടെൻഷനായി, ഇത് ശരിയാവുന്നില്ലല്ലോ. കാര്യം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഹിറ്റാണ്. തട്ടം പിടിച്ച വിളികളെയും, പറയാൻ മറന്ന പടം, മറ്റേ പാട്ടുകൾ, എല്ലാ സിനിമയും കഴിഞ്ഞ പടങ്ങളൊക്കെ ഹിറ്റ് പാട്ടുകളാണ്. ഞാൻ പറഞ്ഞു ശരി. അത് കഴിഞ്ഞു. അടുത്ത ആഴ്ച അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, രമേഷ് ഭായി ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ പറഞ്ഞു ആയിട്ടില്ല സാർ, നിങ്ങൾ വന്നാൽ കുഴപ്പമില്ല, നമുക്കൊന്ന് ഇരിക്കാം. അല്ല, നിങ്ങൾ പാട്ടായിട്ട് വന്നാൽ മതി, ഞാൻ വന്നാൽ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 2 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആയില്ലെന്ന്. രണ്ടാമതും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെന്നാ സംഗീത സംവിധായകനെ മാറ്റാൻ പോവാം. സംഗീത സംവിധായകനെ മാറ്റാൻ പോകുന്നുണ്ടപ്പോൾ എനിക്ക് അതിലേറെ പ്രശ്നമായി. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അല്ല ഇപ്പം തന്നെ തരാമെന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സാർ, ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ചങ്ങിരുന്ന് ചെയ്യാം. അങ്ങനെയാണ് ഒരു രാഗം പിടിക്കുന്നത്. കണ്ണൂര് കണ്ണൂരം നോക്കി ഇരുന്നാലും കാണാ മറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണീർക്കിനാവായി തുളുമ്പി നിൽക്കും കണ്ണോട് കണ്ണോട് നോക്കി ഇരുന്നാലും. സർ, ഇത്രയും സമയം എടുത്ത വേറെ പാട്ടുകളൊന്നുമില്ല. 2 മാസം ഇത് 2-3 മാസം എടുത്തിരുന്നു. 3 മാസം എടുത്തിരുന്നു. സാർ, മകരമഞ്ഞ എന്ന പടത്തിൽ സാർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ലെനിൻ സാറുമായിട്ടുള്ള ഒരു ബന്ധം ആ സിനിമയായിട്ട് അനുബന്ധിച്ചൊന്ന് പറയാമോ?
മകരമഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അതിൽ പാട്ടുകൾ, കുറേ പാട്ടുകളുണ്ട്. ലെനിൻ സാറുമായിട്ടുള്ളൊരു ബന്ധം പറയുമ്പോഴേ, സാറിൻ്റെ ആദ്യത്തെ പടം, ഞാൻ ആദ്യം ലെനിൻ സാറുമായിട്ട് വർക്ക് ചെയ്യുന്നത് കുറേ സ്റ്റേജ് ഷോസാണ്. സ്റ്റേജ് ഷോസിന് വേണ്ടിയാണ് ഞാൻ ഒരു ഹിന്ദുസ്ഥാനി പാട്ട് പാടുന്ന ബന്ദിഷുകളൊക്കെ പാടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേക രീതിയിലുള്ളൊരു ഷോസൊക്കെ ഡിസൈൻ ചെയ്യുമായിരുന്നു അന്ന് അദ്ദേഹം. അപ്പോൾ മ്യൂസിക്കലി ആയിട്ടുള്ള കർണാട്ടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഫ്യൂഷൻ മ്യൂസിക്, പിന്നെ ബാലഭാസ്കറുമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ്. ബാലഭാസ്കർ ആയിരുന്നു അന്ന് വയലിന് വായിക്കുക നമ്മുടെ കൂടെയൊക്കെയുള്ള. അങ്ങനെയുള്ള കുറേ, അങ്ങനെയാണ് ഒരു ദിവസം ഒരു പടം, അന്യർ എന്നൊരു പടം, അന്യർ. അതിൽ അദ്ദേഹം നേരത്തെ എഴുതി വെച്ച് കുറച്ച് ഹെൽഡപ്പ് ആയൊരു പടമായിരുന്നത്. അപ്പോൾ അതിലൊരു പാട്ട്, പുതിയൊരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് ONV സാറിൻ്റെ ഒരു വരി എടുത്തിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഈ വീടല്ല, അന്നൊരു വാടക വീടുണ്ടായിരുന്നു എനിക്ക്, എപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതിൽ അനുരാഗമാനന്ദ സൗഗന്ധികം, അനുരാഗമാനന്ദ സൗഗന്ധികം, ONV സാറിൻ്റെ. അത് നുകർന്നേതോ ആത്മാവിലെ സംഗീതമായി, ഉന്മാദമായി, അനുരാഗ ആനന്ദ. ഇത് പിന്നീട് ദാസേട്ടനാണ് പാടിയത് ഈ പാട്ട്. പിന്നീട് രവീന്ദ്ര മാഷി പാട്ട് കേട്ടിട്ട് എന്നെ ഒരു ദിവസം വിളിച്ച് കുറച്ച് കഥകളൊക്കെ ഉണ്ട് ഇതിനകത്ത്, അത് പിന്നെ പറയാം. അപ്പോൾ ഇത് മകരമഞ്ഞിലെ സോങ് ഹരിജി പാടിയ ഒരു ഗസലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ഒരു മൂവിയുമായിരുന്നു. വ്യത്യസ്തമായുള്ളൊരു മ്യൂസിക് ട്രൈ ചെയ്തു ഞാൻ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ആഹ് കോ ചാഹിയെ ഇക്ക് ഉമ്ര, മിർസ ഗാലിബിൻ്റെ ഒരു ഗസൽ അതിൽ ചെയ്തിട്ടുണ്ട്. आह को चाहिए एक उम्र, कौन जीता है तेरी जुल्फ के चाहिए एक उम्र असर होने तक, कौन जीता है तेरी जुल्फ के असर होने तक, आह को पद सर गर सग पद प ग पद सरे गर नि स द प म द प म गरि रे ग म ग. സാർ, മകരമഞ്ഞ സിനിമയിലെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ സാറ് ഇന്ന് ആലോചിച്ചെടുക്കുമ്പോൾ കിട്ടാറുണ്ടോ? ആ ഒരു ലെനിൻ സർ ഡയറക്ടർ, ആ ഒരു കൂട്ടുകെട്ടുമായിട്ടുള്ള ആ ഒരു ബന്ധം, ഷൂട്ടിംഗ് വേളകളുടെ ഇടയിൽ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഷൂട്ടിംഗ് വേള ഞാൻ അതുകൊണ്ട് അധികം ഷൂട്ടിൽ പോയിട്ടില്ല. ഷൂട്ടിംഗ് പക്ഷേ എനിക്ക് പറയാനുള്ളതേ, ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഞാൻ ഈ പല സ്ക്രാച്ചസൊക്കെ ഞാൻ കണ്ടപ്പോഴേ, ഷോർട്സിൻ്റെ ബ്യൂട്ടി കണ്ടപ്പോഴേ, ഈ 3 ലെജൻസ്, ലെനിൻ സാറ്, പിന്നെ ക്യാമറ അമ്പാട് സാറ്, പിന്നെ സന്തോഷ് ശിവ സാറ്. അപ്പോൾ ഇവർ 3 ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ അതിൻ്റെ. അതിൽ വർക്ക് ചെയ്ത് മൊത്തം ഫിലിം നോക്കിയാൽ മനസ്സിലാവുന്നത്. അതിൻ്റെ ക്യാമറയും സിനിമാറ്റോഗ്രാഫീസ് ഫണ്ടാസ്റ്റിക്കാണത്, അത് ഒരു സംശയമില്ലത്. അപ്പോൾ അതിലെ ഈ പാട്ട് ആഹ് കോ ചാഹിയെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പാടിയില്ലേ, ആഹ് കോ ചാഹിയെ, മിർസ ഗാലിബിൻ്റെ ഗസൽ. അത് ലെനിസൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒരു ഗസലുണ്ട്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗസൽ. അതിൻ്റെ മീനിങ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഈ ഗസൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷേ ഈ ഗസൽ തന്നെ പലവരും പാടിയിട്ടുണ്ട്, പല വേർഷനിൽ പാടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇറ്റ്സ് എ പോപ്പുലർ ഗസൽ, വെരി പോപ്പുലർ. അപ്പോൾ ഇത് എൻ്റെ ഒരു വേർഷനാണത്, സിനിമയിലേക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്, ഓൺലി ഫോർ ലെനിൻ സാർസ് മൂവി, മകരമഞ്ഞിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വേർഷനാണത്. ലിറിക്ക് ഗസലാണല്ലോ, അപ്പോൾ ലിറിക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മിർസ ഗാലിബ് എഴുതി വച്ചിട്ടുള്ള ഗസലാണിത്.
അങ്ങനെ ഇതിൻ്റെ ഒരു മലയാളം കാണുവാനേറെ വൈകുന്നിൻ മിഴികളായി അങ്ങനൊരു ഇതിൻ്റെ ഒരു മലയാളം വേർഷനും കൂടെ ജയകുമാർ സാർ ഇതിനു വേണ്ടി എഴുതിയിട്ടുണ്ട്. അത് വേറെ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് മൊത്തം രാജാ രവിവർമ്മയായിട്ടല്ലോ. രാജാ രവിവർമ്മ നോർത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഇദ്ദേഹം വരയുമ്പോഴും ഉപയോഗിച്ചിരുന്ന സംഗീതവുമായി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ പാട്ട് ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഈ ഗസൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഗസൽ അതിൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കേട്ടിരുന്നത് ഈ ഗസലാണോ എന്താണെന്ന് കൃത്യമല്ല. നമുക്ക് എനി മ്യൂസിക്, നോർത്ത് ഇന്ത്യൻ മ്യൂസിക് അതിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ചെയ്തു വന്നു. എനിക്ക് ഈ രാഗം ഉപയോഗിച്ചത് കീർവാണി, മിശ്ര കീർവാണി രാഗമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ വിഷ്വൽ. അതേപോലെ അതിൽ ആക്ട് ചെയ്തിട്ട് അറിയാമല്ലോ, ഇദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സന്തോഷ് ശിവൻ സാറിനെ ചെയ്തിട്ടുള്ളത്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ആ ബ്ലെൻഡും ആ ക്യാമറയും സിനിമാറ്റോഗ്രാഫി എല്ലാം കൊണ്ടുള്ള ആ ഒരു ബ്യൂട്ടി മനസ്സിലാവുന്നത്. പിന്നീട് കുറേ കഴിഞ്ഞിട്ട് അടുത്ത ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ, അതിൻ്റെ ഒരു ഓർമ്മ പറയുക ഞാൻ, കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കോൺസേർട്ടിൽ ഹൈദരാബാദോ എനിക്ക് തോന്നുന്നു ഹൈദരാബാദിലാന്ന് തോന്നുന്നു, കോൺസേർട്ടിന് ഇരിക്കുമ്പോൾ അത് കോൺസേർട്ടിന് അന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അന്നൊരു മലയാളം TV ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അന്ന് അവാർഡ് അനൗൺസ് ചെയ്യും, നാഷണൽ അവാർഡ്. രാവിലെ ഉച്ചയ്ക്ക് 3 മണിക്കൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത്. രാവിലെ സ്ക്രോളിങ് എന്നെ ഒരാൾ വിളിച്ചു, രമേശ്ജിയുടെ സ്ക്രോളിങ് പോയിരിക്കൊണ്ടിരിക്കുന്നു നാഷണൽ അവാർഡ്. മകരമഞ്ഞിലെ സംഗീതത്തിന് രമേശ് നാരായണന്, പിന്നെ വേറേതോ പടത്തിന് വിദ്യാബാലന്, ഇങ്ങനെയൊക്കെ സ്ക്രോള് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ പ്രാക്ടീസ് വന്നിട്ടിരിക്കുക ഇല്ലല്ലോ, നമ്മൾ എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രാക്ടീസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നോക്കി, അനൗൺസ് ചെയ്യുക, 3 മണിക്ക് അനൗൺസ്മെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെറിയൊരു ഏഷ്യാനെന്നൊക്കെ വിളിക്കാൻ തുടങ്ങി, ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ 3 മണിക്ക് അനൗൺസ് ചെയ്യുമ്പോൾ വിദ്യാബാലൻ്റെ പേരുമില്ല, എൻ്റെ പേരും ഇല്ല. 2 പേരുടെ പേരും 3 മണിക്ക് അനൗൺസ് ചെയ്തപ്പോൾ ഇല്ലെന്ന്. ഇല്ല, രാവിലെ അവാർഡ് ഉണ്ടായേക്കാം, അത് സെലക്ട് ചെയ്തിരിക്കുന്നു എന്നും ഒരു അവാർഡാണ് വരുന്നത്. അനൗൺസ് ചെയ്യുമ്പോൾ വേറെ ഏതൊക്കെയോ പേരുകളാണ് വന്നത്. അങ്ങനെ ഒരു നിരാശ ഡെഫിനറ്റ്ലി ആ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ആ സമയത്ത്. പിന്നെ അത് നാച്ചുറലി അങ്ങ് പോയല്ലോ, പിന്നെ അങ്ങ് പോകുമല്ലോ. ആ സമയത്ത് ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം കാണും. പിന്നെ ഇതേപോലെ എന്താ ചോദിച്ചാൽ എങ്ങനെയാണ് അവാർഡ്സിനെ കാണുന്നത്? അത് കിട്ടുന്ന അംഗീകാരങ്ങളെ സംഗീതത്തിൽ നിന്ന് വേർതിരിച്ച് കാണാനായി സാധിക്കാറുണ്ടോ? ഇല്ല, അവാർഡ് എപ്പോഴും നമ്മൾക്കൊരു ഇൻസ്പിറേഷനാണല്ലോ. ഏതൊരു കലാകാരനും നമ്മൾക്കറിയാം നമ്മൾക്ക് എന്തുണ്ടെന്നുള്ള. ഒരു കൃത്യമായ ഒരു കലാകാരനാണെങ്കിൽ അവൻ തന്നെ വിശകലനം ചെയ്യണം, അല്ലേ? ഒരു കല, ഇപ്പം യു ആർ ഡൂയിങ് സോ മെനി തിങ്സ്, പിന്നെ കോമ്പയറിങ് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നെന്ന് വിചാരിച്ചോളൂ. പക്ഷെ നമ്മളുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമ്മൾ എന്താണെന്ന് അവിടെ തെളിയിക്കാൻ പറ്റത്തുള്ളൂ പിന്നീട്, അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ മ്യൂസിക് ചെയ്യുമ്പോഴും എൻ്റെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ രണ്ടാമത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഏതൊരു ആർട്ടിനും ആവശ്യമാണത്. ഒരു കലയും പൂർണ്ണമല്ല, അപൂർണമാണ്. പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒരു കല ആവുന്നത്, ആണല്ലോ. പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രൈ, അതായത് കോഷിഷ് ഹേ മ്യൂസിക്, സംഗീത് എന്ന് പറയും, അല്ലെങ്കിൽ കോഷിഷ് ഹേ കല. നമ്മളുടെ ശ്രമമാണ് നമ്മളെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും പൂർണ്ണമാവുന്നില്ല. പൂർണ്ണമായി കഴിഞ്ഞാൽ അവിടെ തീർന്നു അത്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്തതിലേക്ക് ശ്രമിക്കും. അങ്ങനെയാണ് അടുത്ത കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു നാഷണൽ അവാർഡ് വീണ്ടും കിട്ടുന്നത്. അങ്ങനെയാണ് വരുന്നത്. അതങ്ങനെ ഒരു അവാർഡിന് വേണ്ടിയിട്ടൊരു പാട്ടുണ്ടാക്കുക, അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും. നഷ്ടപ്പെട്ടു പോയത് വീണ്ടും കിട്ടിയപ്പോൾ അത് പിന്നീട് സന്തോഷം. എങ്ങനെയായിരുന്നു? ഞാൻ അങ്ങനെ ഓവർ എക്സൈറ്റഡോ അല്ലെങ്കിൽ ഒരു കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് സന്തോഷിച്ച് കാലും മടക്കി ചാടുക എന്നൊക്കെ പറയണില്ലേ, അതുപോലുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാവാറില്ല. കാര്യം എനിക്കറിയാം എൻ്റെ പോരായ്മകൾ. ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് വീണ്ടും ശ്രമിക്കും.
അതാണ് ചെയ്യുന്നത്. ഒരിക്കലേ എൻ്റെ ഒരു പാട്ട് എനിക്ക് തട്ടം പിടിച്ചു വലിക്കില്ലേ എന്നുള്ള പാട്ടുണ്ടല്ലോ, എനിക്ക് സുജാതയാണ് പാടിയത്. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ് സുജാത. അപ്പോൾ നന്നായിട്ട് പാടി. ഇതേപോലെ അന്ന് ലോഹിത്ദാസ് സാർ ഉണ്ടല്ലോ, അദ്ദേഹം നാഷണൽ ജൂറിയിലുണ്ടായിരുന്നു അവാർഡ് സമയത്ത്. അപ്പോൾ അദ്ദേഹം സുജാതയെ വിളിച്ച് പറഞ്ഞു, സുജാത നാളെ സുജാതയ്ക്കാണ് അവാർഡ് ഉള്ളതെന്ന് പറഞ്ഞു. പാട്ട് തൊട്ടം പിടിച്ച് വലിക്കില്ലേ എന്നുള്ള രമേശ് നാരായൺജിയുടെ സോങ്ങാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. എൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ നെക്സ്റ്റ് ഡേ അനൗൺസ് ചെയ്യുമ്പോൾ സുജാതയുടെ പേരില്ല അതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ആൾക്ക് സംഭവിക്കുന്നുണ്ട്. സുജാതയ്ക്ക് ഇപ്പോഴും വിഷമം. സുജാതയ്ക്ക് ഒരു നാഷണൽ അവാർഡ് വേണ്ടതാണ്. ഇതുവരെ ഈ സോങ്ങിന് കിട്ടേണ്ടതായിരുന്നു ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരു വിഷമം ഉണ്ട്, എല്ലാവരിലും ഉണ്ടായിരിക്കാം, എല്ലാ കലയിലും ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം. ആ വിഷമത്തിൽ കൂടെയാണല്ലേ കലാകാരനായി മാറുന്നത്. ഒരുപാട് വിഷമത്തിൽ കൂടെയാണ് ഞാനൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. ഞാൻ യു കാൻ ബിലീവ് എങ്ങനെ പെയിൻ ക്രിയേറ്റ്സ് ആർട്ട്. അത് തന്നെയാണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ. നമ്മളുടെ വേദനയാണല്ലോ നമ്മുടെ സംഗീതവും നമ്മുടെ കലയും ആർട്ടുമായിട്ട് മാറുന്നത്. ഞാൻ ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ്, ബോംബെയിൽ പിന്നെ അന്ധേരിയിലുള്ള ഒരു രാത്രിയിൽ ഒരു സ്ട്രീറ്റിൽ ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്നുറങ്ങിയിട്ടുണ്ട്. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, തുടക്ക കാലഘട്ടത്തിൽ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഗുരുജിയുടെ വീട്ടിൽ പോകുമ്പോൾ ഗുരുജി ഇല്ല വീട്ടിൽ. ഗുരുജി ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ താമസിക്കാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് താമസിക്കാം. ഗുരുജി അന്ന് പെട്ടെന്ന് ഗുരുജിക്ക് ഒരു കോൺസേർട്ട് എന്തോ കോളായിട്ട് പോയതാണ്. ദിസ് ഈസ് ഹാപ്പനിങ് 25-24 വയസ്സൊക്കെ ഉണ്ടാവും എനിക്കപ്പോഴും. അപ്പോഴാണ്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അവിടെ ഒരു 1000-1200 രൂപ കൊടുത്താൽ ഒരു ഹോട്ടൽ റൂം കിട്ടും, അത്രയും കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ ഒരു ഷെൽട്ടർ പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു. ആ ഷെൽട്ടർ ഇപ്പോഴും പോയി നോക്കും ഞാൻ, ഒരു രാത്രി കിടന്നുറങ്ങിയ സ്ഥലമില്ലെന്ന്. അവൾ അങ്ങോട്ട് പോയിട്ടില്ല, നമ്മൾ പിന്നെ ആ ഏരിയയിലൂടെ പോയിട്ടില്ല. പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഏരിയയിൽ തൃശ്ശൂർ എൻ്റെ കുറച്ച് ദൂരെ സ്ഥലത്ത്. ഗുരുജിയെ പറ്റി പറയൂ. ഗുരുജിയെ പറ്റി എന്ത് പറയാനിരിക്കുന്നു, മുഴുവൻ അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിൽ മുഴുവൻ. ഒരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ കാണുന്നല്ലേ അദ്ദേഹത്തിന്റെ. ആ ബ്ലെസ്സിങ്സ് മാത്രമേ ഉള്ളൂ, നത്തിങ് ബിയോണ്ട്. സാറിന് എന്ന് നിന്റെ മൊയ്തീൻ സിനിമയില് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? എന്താണ് ഡയറക്ടർ സാറിനോട് വന്ന് പറഞ്ഞത്, എങ്ങനെയായിരിക്കണം ആ സിനിമ ഫുള്ള് നമുക്കറിയാമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മൂഡിന് ഫിറ്റ് ചെയ്യുന്ന രീതിക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരുന്ന ക്രൈറ്റീരിയാസ്, അത് എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സിലോട്ട് വന്ന് കുറേ ബ്യൂട്ടിഫുൾ സോങ്സ് നമ്മൾ മലയാളികൾക്ക് സാറ് സമ്മാനിച്ചത് എങ്ങനെയാണ്? 3 പാട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഇതാണ് ഈ 3 പാട്ടുകൾ. പിന്നെ പ്രിയമുള്ളവനെ എന്നൊരു പാട്ടുണ്ട്, അത് മോള് പാടി. ആ 2 പാട്ട് സിനിമയിൽ വന്നിട്ടില്ല, ഫിലിമിലുണ്ടായിരുന്നില്ല. ശാരദാംബരം മാത്രമേ ഫിലിമിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ അവാർഡ് വന്നപ്പോൾ എനിക്ക് അവാർഡ് കിട്ടി. പിന്നെ ജയചന്ദ്രൻ സിംഗറിന് അദ്ദേഹത്തിന് അവാർഡ് ഉണ്ടായിരുന്നു, മധുശ്രീക്കും അവാർഡ് ഉണ്ടായിരുന്നു, എൻ്റെ മോൾക്കും അവാർഡ് ഉണ്ടായിരുന്നു. സർ, ഈ പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ടുള്ള ആ ഒരു സംഗീതത്തിൻ്റെ ഒരു പകർച്ച എല്ലാവരിലേക്കും ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് വീട്ടിലൊക്കെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ, ബാക്കി ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലോ ഒരുമിച്ചിരുന്ന് ആ ഒരു സംഗീത വേളകളാണോ നിങ്ങൾ കൂടുതൽ ആസ്വദിക്കുന്നത്? തീർച്ചയായിട്ടും. ആ ക്വസ്റ്റ്യൻ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത് പറഞ്ഞത്. വീട്ടിലെപ്പോഴും നമ്മൾ മ്യൂസിക് തന്നെയാണ്. പിന്നെ മധുശ്രീ, മധുവന്തി മോള് വരുമ്പോഴും 2 പേര് വരുമ്പോഴും, പിന്നെ ഹേമയും വളരെ മ്യൂസിക്കലിയാണ്. അവൾ പാട്ടുകാരി തന്നെയാണ് അവളും. നമ്മളിലുള്ള ഒരു പാട്ടുകാരി തന്നെയാണ് അവളും. അപ്പോൾ അങ്ങനെ മ്യൂസിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അധികം അടിപിടി ബഹളങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടായിക്കഴിഞ്ഞാലും വീട്ടിലുണ്ടാവുമല്ലോ, മിക്കവാറും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ പറയുന്ന പോലെ എല്ലാവരും അങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യും എല്ലാവരും. സാർ, ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ വന്നത്. എങ്ങനെയാണ് പാട്ട്, സംഗീതം എന്നൊരു വിദ്യ സാർ എന്ന വ്യക്തിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാറ് അത് കാരണം മറ്റാർക്കും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി സാറിന് കിട്ടിയിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഞാൻ കൂടുതൽ കാണുന്നത് സംഗീതം എന്ന് പറഞ്ഞാൽ, സംഗീതത്തിൽ കുറച്ചുകൂടെ നമ്മൾ പ്രോംപ്റ്റ് ആയിരിക്കണം.
നമ്മളെ റെസ്പെക്റ്റ് കൊടുക്കണം, മ്യൂച്വൽ റെസ്പെക്റ്റ് എപ്പോഴും വേണം. പിന്നെ വേറെ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യത്തിൽ എൻ്റെ ഗുരുജിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സംഗീതമല്ലാതെ ഒരു 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 അടുത്തൊരു പേഴ്സൻ്റെ അടുത്ത് നമ്മളെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. ഞാൻ പണ്ട് കുറച്ചൊരു ചൂടനായിരുന്നു, പലതും സംസാരിക്കും. കാര്യം നേരിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കില്ല, ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യും. നമ്മളിൽ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വല്ലതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയും. ഓപ്പണായിട്ട് ഞാൻ ബിഹേവ് ചെയ്യും ചിലപ്പോൾ. അത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അത് ശരിയല്ലല്ലോ എന്ന് തോന്നും. ആ ശരിയല്ലാത്ത കാര്യത്തിന് ഞാൻ അപ്പം തന്നെ ചിലപ്പോൾ പ്രതികരിച്ചു പോകും. അത് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നീട്. അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരിക്കാം, പെട്ടെന്ന് പ്രതികരിക്കാൻ പാടില്ലായിരിക്കാം. പക്ഷേ എൻ്റെ സിറ്റുവേഷനും ഞാൻ നമ്മുടെ ശിഷ്യന്മാരൊക്കെ ഞാൻ വളരെ ശക്തമായിട്ട് അവരുടെ അടുത്ത് പറയും. പക്ഷേ സ്നേഹത്തോടു കൂടി തന്നെ പറയും. അതൊരു ദേഷ്യപ്പെട്ട രീതിയിലുള്ള സ്നേഹത്തിലും പറയും, ചിലപ്പം ദേഷ്യപ്പെടുത്ത രീതിയിൽ പറയും. പക്ഷേ അപ്പം തന്നെ ദാറ്റ് ഒരു ദേഷ്യമായിട്ടല്ല ഞാൻ കാണുന്നത്. പക്ഷേ എന്നിൽ കൂടെ വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോവാം. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. ഞാൻ ഭയങ്കര ഒരു സന്തോഷവും വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. വീട്ടിൽ മോള് പറയും അച്ഛൻ ഇത്രയും ഹ്യൂമറാണല്ലോ. ഞാൻ വരുന്ന വഴിയും കൂടി പറഞ്ഞതേ ഉള്ളൂ, ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നുന്നു ആള്. എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ ചെയ്തത്? നേരിട്ടാണ് സംസാരിച്ചപ്പോൾ ആള് ഫുൾ ഇല്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയും. എൻ്റെ പിള്ളേർക്ക് കൂടെയുള്ള ശിഷ്യന്മാരുണ്ട്, തമാശ. ഞാൻ ഇഷ്ടംപോലെ തമാശ പറയും. ഞാൻ പറയുന്ന തമാശ ഒന്നും അവർ പറയില്ല. ഭയങ്കര ഹ്യൂമറാണ് ഞാൻ.